കിടപ്പ് രോഗികളായവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിചരണ സഹായം നൽകുന്ന കൂട്ടായ്മ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കൊച്ചി നഗരസഭാ കൗൺസിലർ ലൈല ദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായ അനീഷിനെ ആണെങ്കിലും വിക്ടോറിയ ഇവിടെ വന്നിട്ടില്ല. വിക്ടോറിയ ആണെങ്കിലും ഏത് ആവശ്യത്തിനും ഒരു വീൽ ചെയർ വേണമെങ്കിലും ഒരു സ്റ്റിക്കർ വേണമെങ്കിലോ ഓക്സിജൻ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും അവരുടെ ഒരു സേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം കിടപ്പ് രോഗികൾക്ക് അവരുടെ ഒരു പരിചരണം അത് ഏറ്റവും വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ ഡിവിഷനിലും തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് കിടപ്പ് രോഗികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വളരെ സന്തോഷം ഇങ്ങനെയുള്ളൊരു ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ അവർക്ക് വേണ്ട എല്ലാവർക്കും ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഉത്തേജനം അവർക്ക് നൽകട്ടെ. കൂട്ടായ്മ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PA അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യം, KR മോഹൻ, സലീലം ഗോപാലകൃഷ്ണൻ, TM നൂഹ്, ഉല്ലാസ് കുമാർ, GB പ്രിയ അജയൻ, സീമ AP, ഐഷ കബീർ, ഉഷ ലാലു, സൽമ KR, KP ഡൈനീഷ്യസ്, ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ എല്ലാ വർഷവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഓണക്കിറ്റ് വിതരണം അത് ഈ വർഷവും പാലിയേറ്റീവ് കെയറിൻ്റെ കീഴിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള 100 കുടുംബങ്ങൾക്ക് ഏകദേശം ഒരു 1350 രൂപ വില വരുന്ന കിറ്റ് ഓണത്തിനാവശ്യമുള്ള അവശ്യ സാധനങ്ങൾ നൽകിക്കൊണ്ട് ആ കിടപ്പ് രോഗികളോടൊപ്പം പങ്കാളിയാകുന്ന നിസ്വാർത്ഥമായ സേവനം ഈ വർഷവും തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാലിയേറ്റീവ് കെയർ എന്നതിനെക്കാട്ടി ഉപരിയായി ഈ പാലിയേറ്റീവ് കെയറിലെ ടീം അംഗങ്ങൾ ഓരോരുത്തരും വളരെ വർഷക്കാലമായി നമ്മുടെ കുടുംബങ്ങളിലെത്തി നമ്മുടെ രോഗികൾക്ക് ഒരു സാന്ത്വനം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മോഹനൻ ചേട്ടനും ഉല്ലാസം ചേട്ടനും നോവും ഒക്കെ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കുമ്പോൾ നാമമാത്രമായ എണ്ണമുള്ള രോഗികൾ മാത്രമാണ് പല മേഖലകളിലും ഉണ്ടായിരുന്നത്. 100ഓളം കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്കാണ് കൂട്ടായ്മ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജനറൽ ന്യൂസ് ടുഡേ, പള്ളുരുത്തി.